ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മുഗലായി ആണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 3 മുട്ട പുഴുങ്ങി മാറ്റി വെക്കാം. കൂടെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളകും ഒരു 8 വെളുത്തുള്ളിയും ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ എടുക്കാം. ഇനി ഇതിനെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പം നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കറുകാപ്പട്ടയുടെ ഇലയും ചെറിയൊരു പീസ് കറുകാപ്പട്ടയും ഒരു ഏലക്കായും 2 ഗ്രാമ്പും കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഈ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഗ്രേവിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോറി കേട്ടോ, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത സ്റ്റെപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഇതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം ഇതിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു 2-3 മിനിറ്റ് ഈ മുട്ട ഇതിലൊന്ന് കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ. ആ ഗ്രേവിയൊക്കെ മുട്ടയിലോട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പം എല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ എഗ് മുഗലായി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.